ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ സൈബർ ഇടങ്ങളിൽ മനസ്സിലാക്കൂ. ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയം. ഇതൊക്കെ ഇലക്ഷൻ എടുക്കുമ്പോൾ വരുന്ന ഓരോ കാര്യങ്ങളാണ്. ഈ ഒരു മനുഷ്യന്റെ രാഷ്ട്രീയമാണ് നോക്കേണ്ടത്. ഇവിടെ രാഷ്ട്രീയമാണ്. മാർച്ച് 8 വനിതാ ദിനം. വനിതാ ദിനത്തിലാണ് നമ്മുടെ ഗണേഷ് കുമാറിന്റെ ഭാര്യ, രണ്ടാമത്തെ ഭാര്യയായിട്ടുള്ള ബിന്ദു മേഡം ഒരു പരാതിയുമായിട്ട് വന്നത്. അതായത് 112 വിളിച്ച് പിങ്ക് പോലീസിനെ വരെ വിളിക്കത്തക്ക വിധമുള്ള പരാതികളായിരുന്നു അത്. അപ്പം ഇന്നലെയായിട്ട് മാധ്യമങ്ങൾ നന്നായിട്ട് കൊട്ടിഘോഷിച്ചു. നല്ലൊരു വാർത്തയായിരുന്നു. ഇഷ്ടം പോലെ ചർച്ചയായി, കാര്യങ്ങളായി, എല്ലാമായി തകൃതിയായി നടന്നു. എന്നാൽ ഇന്നായപ്പോഴത്തേക്ക് അതെല്ലാം നേരെ ഉൾട്ടയടിച്ച് പരാതിയെല്ലാം ക്ലോസ് ആക്കിയിട്ടുണ്ട്. ക്ലോസ് ആയി മാപ്പ് പറഞ്ഞ് ഭാര്യയ്ക്ക് പ്രശ്നമില്ല എന്നത് ആക്കിയിരിക്കുന്നു. നമുക്കറിയാം 112 വിളിച്ചാലേ FIR ഇടണമെന്നാണ്. ഒരു സ്ത്രീ 112 വിളിച്ച് തങ്ങൾക്ക് എന്താണ് ജീവന്റെ സുരക്ഷ വേണമെന്ന് പറയുമ്പോൾ FIR ഇടണമെന്നൊരു നിയമമുണ്ട്. അതിവിടെ പാലിച്ചിട്ടില്ല. പക്ഷെ അതിന് പകരം പിറ്റേ ദിവസമായപ്പോ പെട്ടെന്ന് ഇതാ കിടക്കുന്നു. നമ്മുടെ എല്ലാ പരാതികളും അവസാനിച്ച് ഗണേഷ് കുമാറും ഭാര്യയും ചങ്കുമായിട്ട് നിൽക്കുന്ന ഒരു വാർത്തയാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഗൈസ്, ഇന്നത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഗണേഷ് കുമാറിനോട് പുറത്തു കൊടുത്ത ബിന്ദു ചേച്ചിയുടെ മനസ്സിനെ കുറിച്ചാണ്. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ കൂടെ ശ്രമിക്കുക. ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കൊടുത്ത് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ നമുക്ക് ഈ കേസിലോട്ട് വരികയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് ഒന്ന് പറഞ്ഞു പോകേണ്ടതുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം കൂടെ ഇതിനോടകം തന്നെ ചർച്ച ചെയ്യേണ്ട അത്യാവശ്യം. എന്തെന്ന് വെച്ചാൽ ഇത് രണ്ടും സെയിം കാറ്റഗറിയാണ്, രണ്ടും അവിഹിതമാണ്. അപ്പം എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം വന്നപ്പോഴത്തേക്ക് ഈ ഒരു നടപ്പുവശമുള്ള ഗണേഷ് കുമാർ എന്ത് ധൈര്യത്തിലാണ് വിമർശനമായിട്ട് രംഗത്ത് വന്നത്? അതേ വിമർശനമാണ് ജനങ്ങൾ നിങ്ങളോടും ചോദിച്ചത്. എന്ത് യോഗ്യതയാണ് ഉള്ളത്? അതപ്പത്തനും എന്നല്ലാതെ വേറെ എന്താണ് പറയേണ്ടത് എന്നാണ് ഗണേഷ് കുമാർ 3-4 മാസം മുമ്പ് ഒരു പൊതുവേദിയിൽ നടന്ന പരിപാടിയിൽ ഇതാണ് സമൂഹത്തോട് ചോദിച്ചത്. അപ്പം ബൂമറാങ് പോലെ ഇതാ കിടക്കുന്ന 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ബിന്ദു ചേച്ചിയുടെ വക ഒരു തട്ട്, അത് ഊതി വീർപ്പിച്ച ബലൂൺ പോലെ അതങ്ങ് പൊട്ടിപ്പോയെ. പിന്നെ അതുപോലെ തന്നെ 2012 സഞ്ചരിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി സാർ അന്ന് അധികാരത്തിൽ ഇരിക്കുമ്പോഴത്തേക്ക് പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? രാജിവെച്ച് പുറത്തു പോകുക, പെട്ടെന്ന് നടപടി എടുക്കുക എന്നൊക്കെ ഉള്ള ഒരു പരാമർശമായിരുന്നു അതിൽ തിളങ്ങുന്നത്. അപ്പൊ നമുക്ക് അന്നേ അറിയാം CPM ഉള്ള പ്രവർത്തകനായ ഗണേഷ് കുമാർ തന്നെയാണ് ഇദ്ദേഹത്തിന് വഴിയൊരുക്കി കൊടുത്തത്. അതായത് അങ്ങ് കോയമ്പത്തൂർ വരെ പോയി സീഡിയും കാര്യങ്ങളെല്ലാം അന്വേഷിച്ചതെല്ലാം നമുക്കറിയാവുന്നതാണ്. എത്ര ദിവസത്തെ യാത്രയായിരുന്നു അത്? രഹസ്യയാത്ര നടത്തിയെന്നും അറിയാം, അത് രഹസ്യയാത്ര പിന്നീട് പരസ്യമായെന്നും അറിയാം. അങ്ങനെ ഒരു പാവ മനുഷ്യനെ സരിത കേസിൽ, സോളാർ കേസിൽ കുടിക്കിട്ട് എന്തുമാത്രമാണ് ഒരു നിസ്സാര കാര്യത്തിന് വരെ, ലാഭത്തോട്ട് ചെയ്യുന്ന കാര്യത്തിന് വരെ CBI അന്വേഷണം ഏർപ്പെടുത്തിയത് നമ്മൾ കണ്ടതാണ്. അപ്പം അതേ ഗണേഷ് കുമാർ തന്നെ ഇന്ന് ഈ അവസരത്തിൽ അത് വളരെ ലളിതമായിട്ട് ഒതുക്കി തീർത്തിരിക്കുന്നു. അതായത് 2 ദിവസം ഇത് ഒതുക്കി തീർക്കുന്നിടം വരെ എന്താണ് പിണറായിയുടെ വായിന്നും യാതൊരുവിധ മറുപടിയും വന്നിരുന്നില്ല. പിന്നെ പിങ്ക് പോലീസ് എന്തുകൊണ്ട് FIR ഇട്ടില്ല? FIR ഇടണമെന്നുള്ളൊരു നിയമമുണ്ട്, അത് FIR ഇട്ടില്ല. ഇപ്പൊ അതിന്റെ ബിന്ദു ചേച്ചിക്ക് പരാതിയുമില്ല. അതിന് നമുക്ക് പറയാനൊന്നും പറ്റത്തില്ല. ഭാര്യയും ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഇടപെടരുതെന്ന് പണ്ടൊക്കെ ആൾക്കാർ പറയും. കാരണം വെച്ചെങ്കിൽ ഇവരെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഭാര്യയും ഭർത്താവും എപ്പോൾ വേണമെങ്കിലും അടിച്ച് പിരിയുമെന്ന് നിൽക്കുമ്പോൾ തന്നെ അവർ പെട്ടെന്ന് ഒട്ടും. അതാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം. അതുകൊണ്ടാണ് ഒട്ടുമിക്ക ആൾക്കാരും ഇതിൽ ഇടപെടാത്തത്. അപ്പം മുൻ IPS ഓഫീസറായ ശ്രീലേഖ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചും ശ്രീലേഖ 112 വിളിക്കാൻ പറഞ്ഞതുമൊക്കെ നമ്മൾ കേട്ടാണ്. ഏഷ്യൻ ന്യൂസിലാണ് ആദ്യം ബിന്ദു ഇത് കൊടുത്തത്, ബൈറ്റ്സ് കൊടുത്തിട്ടുള്ളത്. അത് നല്ല വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇതൊരു ലേശം ഒരു കുടുംബവഴക്കാക്കിപ്പോയി, ഒരു കുടുംബവഴക്ക്. അപ്പൊ എന്തായാലും നമുക്കൊരു ചെറിയ വീഡിയോ കണ്ടിട്ട് വരാം. ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ സൈബർ ഇടങ്ങളിൽ മനസ്സിലാക്കൂ. ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയം. ഇതൊക്കെ ഇലക്ഷൻ എടുക്കുമ്പോൾ വരുന്ന ഓരോ കാര്യങ്ങളാണ്. ഈ ഒരു മനുഷ്യന്റെ രാഷ്ട്രീയമാണ് നോക്കേണ്ടത്. ഇത് രാഷ്ട്രീയമാണ്. ഗണേഷ് കുമാർ എന്ന ജനപ്രതിനിധി ജനങ്ങളോട് എങ്ങനെ, ജനങ്ങൾക്ക് എന്തെല്ലാം ഉപകാരം ചെയ്തു, നാടിന് കേരളം എന്ന സംസ്ഥാനത്തിന് എന്ത് ഗുണം ചെയ്തു? മാതൃഭൂമി പത്രം നടത്തിയ സർവേയിൽ തന്നെ ഏറ്റവും മികച്ച മന്ത്രിയായിട്ട് എന്നെ തിരഞ്ഞെടുത്തത് ജനങ്ങളാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം, ഞാൻ ചെയ്യുന്ന ജോലി, എൻ്റെ സത്യസന്ധതയുള്ള വിശ്വാസം. ഒരു രാഷ്ട്രീയക്കാരന് വേണ്ടത് അവൻ്റെ സത്യസന്ധതയും അവൻ്റെ അഴിമതിരഹിതമായ ഭരണവും ജനങ്ങൾക്ക് ഉപകാരം ചെയ്യലാണ്. അല്ലാതെ വ്യക്തിപരമായ കാര്യങ്ങളെ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കുന്നത്, പൈസ കൊടുത്ത് രാഷ്ട്രീയം, ഇവിടെ കോൺഗ്രസ് UDF നടത്തുന്ന ഒരു രാഷ്ട്രീയമാണ്. അതിനകത്ത് BJPയും പങ്കാളികളും. ഞാൻ രാഷ്ട്രീയമായി ഇത് ഒരു കാര്യം ഞാൻ പറയാം. പത്തനാപുരത്തെ നിയമമണ്ഡലത്തിൽ ഇത്തരം കഥകൾക്ക് യാതൊരു പ്രസക്തിയില്ല. പിന്നെ ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ മാധവിക്കുട്ടിക്ക് പ്രണയം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്ന പോലെ മനസ്സിലായോ? നിങ്ങളിൽ പ്രണയിക്കാത്തവരാരാണ്? ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയമുണ്ട്. എല്ലാം സ്നേഹമാണ്. കാരണം പ്രണയമില്ലാത്തവൻ പൊട്ടനാണ്. അവന് തടിക്ക് എന്തെങ്കിലും അസുഖം കാണും. പ്രണയം ഉണ്ടാവും. പുനത്തിൽ കുഞ്ഞബ്ദുള്ള പറഞ്ഞിട്ടുണ്ട്. മഹാന്മാരായാലും ജവഹർലാൽ നെഹ്റുവിന് പ്രണയം ഉണ്ടായിരുന്നു. നമ്മൾ രാജീവ് ഗാന്ധി പ്രണയിച്ചാണ് കല്യാണം കഴിച്ചത്. ജവഹർലാൽ നെഹ്റുവിന് പ്രണയം ഉണ്ടായിരുന്നു. വാജ്പേയിക്ക് ഉണ്ടായിരുന്നു. മാധവിക്കുട്ടി മരിക്കുന്നവരെയും പ്രണയിച്ചു. ചൂടുള്ള പ്രണയമാണ് ആവശ്യമെന്ന് ഏറ്റവും മലയാളം ബഹുമാനിക്കുന്ന മാധവിക്കുട്ടി, ആ അമ്മ കമലാസുരയ്യ മരണം വരെയും പറയുന്ന ഒരു സ്നേഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചാണ്. ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ സൈബർ ഇടങ്ങളിൽ മനസ്സിലാക്കൂ. ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയം. തെരഞ്ഞെടുപ്പ് എടുത്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. കാരണം ഒരാളെ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ഞാൻ അഴിമതിക്കാരനാണെന്ന് പറയാൻ പറ്റില്ല, ഇടുകാര്യസ്ഥയുള്ളവനാണെന്ന് പറയില്ല. ഞാൻ വർഗീയവാദിയല്ല, ഞാൻ അഴിമതിക്കാരനല്ല, ഞാൻ ജനങ്ങളെ ദ്രോഹിക്കുന്നവനല്ല, KSRTC ജീവനക്കാരെ ഞാൻ ദ്രോഹിച്ചിട്ടില്ല. അവരൊന്നടങ്കം എൻ്റെ കൂടെ നിൽക്കണം. ഒരാൾ ഏറ്റവും എടുക്കാനാണെന്ന് കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ പ്രഭുത്വതയുള്ളവരാണ്. അവർ പറയുന്നു ഗണേഷ് കുമാറാണ് ദി ബെസ്റ്റ് മിനിസ്റ്റർ. ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇതുപോലുള്ള കുറച്ച് അലവലായിത്തരങ്ങൾ വരും. അത് ഞാൻ നേരത്തെ പ്രതീക്ഷിക്കുന്നതാണ്. എല്ലാ തവണയും ഉള്ളതാണ്. പ്രണയത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ
ഒരു അത്ഭുതകരമായ കാര്യമല്ല. ഗണേഷ് കുമാറിന് പ്രണയമുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. എല്ലാവരും പ്രണയിക്കും, അപ്പോൾ ആർക്കും അസുഖം ഉണ്ടാവില്ല. തന്റെ പ്രണയം മാധവിക്കുട്ടിയോടും അതായത് ജവഹർലാൽ നെഹ്റുവിനോടൊക്കെ ഉപമിക്കുകയാണ് ഇവിടെ. അപ്പം നമ്മൾ ഇവരുടെ ഒന്നും പ്രണയം ഉപമിച്ച് പറയാത്തൊക്കെ വേണം ഗണേഷ് കുമാർ അർഹനാണെന്ന് ചോദിച്ചാൽ അർഹനല്ല എന്ന് പറയും. 5000 അദ്ദേഹത്തിന് പ്രണയ ജോഡികളുള്ളത് എന്നാണ് പറയുന്നത്. 5000 ഒക്കെ താങ്ങുമാവും. അപ്പൊ എന്താണെങ്കിലും ഒരു പരാതി പിങ്ക് പോലീസിന് തന്റെ ഭാര്യ ഒരു പരാതിയുമായിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് തന്റെ ഭാര്യയ്ക്ക് വീട്ടിലിരിക്കുന്ന തന്റെ ഭാര്യയ്ക്ക് വട്ടാണ് എന്ന് പൊതുസമക്ഷത്തിൽ വെച്ച് തുടർന്ന് സമ്മതിച്ച ഒരു വ്യക്തിയാണ് ഗണേഷ് കുമാർ. അപ്പൊ നമുക്ക് കുറച്ച് പുറകോട്ട് പോവുകയാണെങ്കിൽ യാമിനി തങ്കച്ചി അറിയാലോ. യാമിനി തങ്കച്ചി എന്ന് പറയുന്നത് ഗണേഷ് കുമാറിന്റെ ആദ്യത്തെ ഭാര്യയാണ്. യാമിനി തങ്കച്ചി ഉള്ള ഉയരും കൊണ്ട് പിള്ളേരെ എടുത്തിട്ട് അവിടുന്ന് സ്ഥലം കാലിയാക്കി വിട്ടതാണ്. കാരണം അന്ന് സരിതയുമായിട്ടുള്ള ബന്ധവും സരിതയുടെ ഇപ്പോഴത്തെ ഒരു കുട്ടിയുണ്ടല്ലോ, ഒരു രണ്ടാമത്തെ കുട്ടി, അത് എന്താണേലും ഈ ഗണേഷ് കുമാറിന്റെ ആണെന്നറിയാം. ആ ഒരു കുട്ടിയുള്ള സരിതയും കുട്ടിയുമാണ് ഉമ്മൻചാണ്ടിയുടെ തലയിൽ അന്ന് കെട്ടിവെക്കാൻ നോക്കിയത്. അപ്പം അന്ന് അവരനുഭവിച്ച ഒരു മാനസികാവസ്ഥ, അതായത് പുതുപ്പള്ളിക്കാരനാണല്ലോ ഉമ്മൻചാണ്ടി, നല്ല ഒന്നാം തരം കോട്ടയംകാരനാണ്. അപ്പൊ അവരന്ന് അനുഭവിച്ച മാനസിക വേദന എത്രത്തോളമാണെന്ന് ഇന്ന് ഈ കഴിഞ്ഞിടയ്ക്ക് അദ്ദേഹത്തിന്റെ മകൻ ചാണ്ടി ഉമ്മൻ പ്രതികരിക്കുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഇതെന്താന്ന് വെച്ചെങ്കിൽ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ ആത്മാവിന് ഗതി കിട്ടിയിട്ടില്ല. ഈ ഉമ്മൻചാണ്ടി സാറിന്റെ എന്താണ് ആത്മാവ് ഈ ഗണേഷ് കുമാറിനോട് ഒപ്പം സഞ്ചരിക്കുക തന്നെയാണെന്നാണ് നമുക്ക് ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇനി ഇദ്ദേഹത്തിന്റെ പതനം തുടങ്ങി കഴിഞ്ഞു. അതായത് ഒരു മനുഷ്യനെ എത്രത്തോളം മാനസികമായി മൃഗീയമായി പീഡിപ്പിക്കാമോ അത്രത്തോളം ഈ ഉമ്മൻചാണ്ടിയെ ഈ ഗണേഷ് കുമാർ പീഡിപ്പിച്ചിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഇവിടെ പിണറായി വിജയൻ മിണ്ടാതിരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടിയെ കുരുതി കൊടുത്തുകൊണ്ട് വാങ്ങിയ ഒരു കസേരയാണ് CM പദവി. അതായത് ഗണേഷ് കുമാർ എന്ന വ്യക്തി ഉമ്മൻചാണ്ടിയെ ബലിയേടാക്കിക്കൊണ്ടാണ് പിണറായിക്ക് ഈ CM കസേര വാങ്ങിച്ചു കൊടുത്തത്. അതിന്റെ നന്ദി എന്നാണേലും പിണറായി വിജയന് കാണിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം അതിന്റെയൊക്കെ ഒരു ഇതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു കപ്പും എടുത്തുകൊണ്ട് അന്ന് എഴുതിയ പോലെ ഒരു വാചകമൊന്നും ഇന്നൊന്നും കണ്ടില്ല. അപ്പം എന്തൊക്കെയായാലും ഇങ്ങനെയൊക്കെയാണ് സംഭവം. കാര്യം ഇലക്ഷൻ കാര്യങ്ങളൊക്കെ അല്ലേ. ഇനി എന്ത് പറഞ്ഞാണ് അവരെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്, എന്ത് ഡിമാൻഡിലാണ് ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നത് എന്ന് അറിയില്ല. അപ്പം എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ ഭാഗത്ത് മാത്രമേ നീറ്റ് എല്ലാം തോന്നുന്നു. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഫ്രോഡ് പരിപാടി കെട്ടിയവൻ കാണിച്ചു കഴിഞ്ഞിട്ട് അത് ഇത്രയും ഒരു മീഡിയാസിന്റെ മുന്നിൽ, അതായത് തനിക്ക് പിങ്ക് പോലീസിന്റെ കയ്യിൽ നിന്നും ഒരു നീതി കിട്ടിയില്ല. അതുകൊണ്ട് ഇവര് മീഡിയയെ സമീപിച്ചു ബിന്ദു. അപ്പം അതുവരെ വിളിച്ചു പറഞ്ഞ് സ്വന്തം ഭർത്താവിന്റെ കിടപ്പറ രഹസ്യം മറ്റു സ്ത്രീകളുമായിട്ടുള്ള കിടപ്പറ ദൃശ്യങ്ങൾ താൻ ഫോണിൽ പകർത്തിയെന്നും അത് ഈ ഗണേഷ് കുമാറിന്റെ ജോലിക്കാർ ഉൾപ്പെടെ തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചുമെന്ന് പറഞ്ഞ് നമ്മൾ വ്യക്തമായിട്ട് കേട്ടതാണ്. അതിലൊരു കള്ളവുമില്ലല്ലോ. അതേ ബിന്ദു ചേച്ചി തന്നെ ഇതേ പിറ്റേ ദിവസം കിടക്കുമ്പോഴത്തേക്ക് എല്ലാം കോംപ്രമൈസ് ആക്കാൻ വന്ന പാർട്ടി അംഗത്തിന്റെ കാര്യമൊന്നും പറയണ്ട. 1, 2, 3 പീഡന കേസിൽ ഇന്ന് വിചാരണ നേരിടുന്ന വ്യക്തിയാണ് വന്ന് കോംപ്രമൈസ് ആക്കാൻ വന്നത്. അപ്പൊ എന്തായാലും ഇലക്ഷനും കാര്യങ്ങളൊക്കെ അല്ലേ, എത്ര രൂപ എത്ര കോടികളോളം കൊടുത്തു ഇല്ലയോ നമുക്കറിയത്തില്ല. അപ്പൊ ഇതെല്ലാം കോടികളുടെ ഒരു കഥയാണല്ലോ. അപ്പം യാമിനി തങ്കച്ചിക്ക് ഉണ്ടായ അതേ ഒരു അനുഭവമാണ് ഇപ്പൊ ബിന്ദുവിനും ഉണ്ടായിരിക്കുന്നത്. ഇതെല്ലാം ഒരു കാമപ്രാന്തന്റെ ഒരു കഥ പോലെയുണ്ട്, ഒരു കോമഡി പീസ് ആയിട്ട് മാറുന്നുണ്ട് എന്ന് മാത്രമേ നമുക്ക് ഇതിൽ നിന്നൊക്കെ വ്യക്തമാക്കാൻ പറ്റുള്ളൂ. നല്ല ഇലക്ഷനും കാര്യമൊക്കെ ആയതുകൊണ്ട് ഇവിടെ ഇങ്ങനെയായി ബൈ എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാം. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തെ കുറിച്ച് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.